ലതാസ് രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ഒരു പൊടി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ കുറച്ച് മതിയെങ്കിൽ നിങ്ങളിതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഞാനിത് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. പിന്നെ തിപ്പലി എന്ന് പറയും. ഇത് ഈ പച്ചമരുന്ന് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും. കോഴിക്കോടാണെങ്കിൽ പി കൃഷ്ണൻ്റെ പീടികയിൽ നിന്നാണ് കിട്ടും. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചുക്കുപൊടി, പിന്നെ 2 ടേബിൾ സ്പൂണ് ഇരട്ടി മധുരത്തിൻ്റെ പൊടി. ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു മരം പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ പൊടി വാങ്ങിക്കുന്നതാണ് നല്ലത്, നമുക്ക് പൊടിക്കാനൊക്കെ വിഷമമായിരിക്കും. അതും ഇതുപോലെ ഈ മരുന്ന് പച്ചമരുന്ന് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ തന്നെ കിട്ടും. അപ്പം 2 ടേബിൾ സ്പൂണ് ചുക്കുപൊടിയും 2 ടേബിൾ സ്പൂണ് ഇരട്ടി മധുരവും എടുത്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് പനക്കൽക്കണ്ടാണ്. പനക്കൽക്കണ്ട എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ചുമയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഇതും പനക്കൽക്കണ്ടയും നമ്മൾ ചെറിയ ഉള്ളിയും കൂടി മുറിച്ച് വെച്ച് അതിൻ്റെ നീര് കുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ പനക്കൽക്കണ്ട ഏറ്റവും നല്ലതാണ്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുരുമുളക് മാത്രം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. ഞാൻ ഇത് ഒരിക്കൽ ഈ പൊടി ഉണ്ടാക്കിയതായിരുന്നു. എന്നിട്ട് കുറേ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചുമ ഉള്ള അവർക്കൊക്കെ വളരെയധികം അത് എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോഴിതാ കുരുമുളക് ആയിക്കഴിഞ്ഞു. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് ജീരകം ഒന്ന് വറുത്തെടുക്കാം. വറക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടാക്കിയാൽ മതി, അത് പൊടിക്കേണ്ടതല്ലേ. അതുകൊണ്ട് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ജീരകം വറുത്ത് കഴിഞ്ഞു. ഇനി ആ തിപ്പലി എന്ന് പറഞ്ഞ സാധനം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇനി ഞാനത് ഈ എന്താണ് തിപ്പലിയും പനക്കൽക്കണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. കാരണം മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഞാൻ മിക്സി വല്ലതും കേടുവരുമെന്ന് പേടിച്ചിട്ട് അതിനെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുകയാണ്. എന്നിട്ട് ആദ്യം കുരുമുളകും ജീരകവും കൂടി പൊടിച്ചതിന് ശേഷം ഇത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ കുരുമുളകും ജീരകവും ഒന്ന് തണുത്തപ്പോൾ ഞാനത് പൊടിച്ചു കൊണ്ടുവന്നു. ഇനി അതിലേക്ക് ഒന്ന് കുത്തി ചതച്ച് വെച്ചിട്ടുള്ള ആ തിപ്പലിയും കൽക്കണ്ടം കൂടി ഞാൻ ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൽക്കണ്ടായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ കിട്ടും. അപ്പോൾ ഇത് വളരെ നല്ല എഫക്റ്റീവായിട്ടുണ്ടായിരുന്നു. ചുമ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും അത് ഉപകരിക്കും. അത് പൊടിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ചുക്കുപൊടി ഇരട്ടി മധുരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി പൊടിച്ചെടുത്തതാണ്.
അപ്പോൾ ഇതാ ഇതുപോലത്തെ പൊടിയാണ്. അപ്പം നിങ്ങൾക്ക് പനക്കൽക്കണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങളുടെ കിട്ടുന്നതും പോലെ. ഇപ്പോൾ 100 ഗ്രാമോ 200 ഗ്രാമോ. ഞാനത് കുറച്ച് ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ മധുരമുള്ളതായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് തേനും കൂടി ചേർത്തിട്ട് കൊടുത്താൽ മതി. കാരണം പൊടിയാകുമ്പോൾ കുട്ടികളുടെ തൊണ്ടയിലൊക്കെ പോവില്ലേ. അപ്പോൾ കുറച്ച് തേനും കൂടി ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പം ഞാനത് നല്ലൊരു കുപ്പിയുടെ പാത്രത്തിൽ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും. നല്ല ഡ്രൈ ആക്കിയിട്ടുള്ള പൊടിയല്ലേ. അപ്പോൾ അത് വളരെ ഇഫക്റ്റീവാണ്. ഞാനത് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയിട്ട് അത് പ്രയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.